ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഉള്ളിവട തയ്യാറാക്കിയാലോ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി ഒരു 3 വലിയ സവാള അരിഞ്ഞത് ഒരു പാത്രത്തിലെടുക്കുക. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി, പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാവുന്നതാണ്. അരിഞ്ഞു വെച്ച കറിവേപ്പില, ചെറുതായി അരിഞ്ഞ മല്ലിയില. ഇനി നമുക്ക് ഇതെല്ലാം കൂടി കൈകൊണ്ട് ഒന്ന് നന്നായി ഞെരടി മിക്സ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിവടക്ക് ആവശ്യമായ വെള്ളം ഉള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. അതുകൊണ്ട് വേറെ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കടലപ്പൊടി, മൈദ എന്നിവ ചേർത്ത് കൊടുക്കാം. ഏകദേശം തുല്യ അളവിൽ തന്നെ എടുക്കുക. അതൊന്ന് കുഴച്ച് നോക്കിയിട്ട് അതിൻ്റെ പരുവം അനുസരിച്ച് നമുക്ക് കൂടിയോ കുറച്ചോ എല്ലാം ചേർക്കാവുന്നതാണ്. കഴിവതും കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലാണ് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ മിക്സായി വരുന്നു. സ്പൂൺ കൊണ്ടോ കയ്യിൽ കൊണ്ടോ ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ഭാഗവും ഒരുമിച്ചാവില്ല. എന്നിട്ട് ഏകദേശം ഈ ഒരു പരുവത്തിനാണ് നമുക്ക് ഇതിൻ്റെ മാവ് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ വറുത്തെടുക്കാം. അതിനായി ഒരു കയ്യിൽ കുറച്ച് വെള്ളമാക്കി ഒരു ഉരുള ഉരുട്ടി കയ്യിൽ വെച്ച് പരത്തി നമ്മൾ ചൂടുള്ള എണ്ണയിലേക്ക് ഓരോന്നായിട്ട് വറുത്ത് കോരുക. ഒരു ഭാഗം ഏകദേശം ബ്രൗൺ നിറമാകുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് അടുത്ത ഭാഗവും അതുപോലെ വേവിക്കേണ്ടതാണ്. വറുക്കുമ്പോൾ ചെറു തീയിൽ വറുക്കുക, അല്ലെങ്കിൽ മുകൾ ഭാഗം കരിഞ്ഞു പോകും. ഇപ്പോൾ ഏകദേശം 2 ഭാഗവും ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു കോരി ഉപയോഗിച്ച് എണ്ണയിൽ നിന്ന് വറുത്ത് കോരാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവ് കൂടി ആദ്യം ചെയ്തതുപോലെ പരത്തി എണ്ണയിലിട്ട് വറുത്ത് കോരാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.